കർത്താവേ അങ്ങെൻ്റെ വീട്ടിൽ വരണം, എൻ വീടിനാനന്ദമുണ്ടാകുവാൻ. കർത്താവേ അങ്ങെൻ്റെ വീട്ടിൽ വരണം, എൻ വീടിനാനന്ദമുണ്ടാകുവാൻ. കർത്താവേ അങ്ങെൻ്റെ വീട്ടിൽ വരണം, എൻ വീടിനാനന്ദമുണ്ടാകുവാൻ. കർത്താവേ അങ്ങെൻ്റെ വീട്ടിൽ വരണം, എൻ കർത്താവേ അങ്ങെൻ്റെ വീട്ടിൽ വരണം, എൻ വീട്ടിൽ ശാന്തിയുണ്ടായിടുവാൻ. കർത്താവേ അങ്ങെൻ്റെ വീട്ടിൽ വരണം, എൻ വീട്ടിൽ സൗഖ്യമുണ്ടായിടുവാൻ. കർത്താവേ അങ്ങെൻ്റെ വീട്ടിൽ വരണം, എൻ വീടിനാനന്ദമുണ്ടാകുവാൻ. കർത്താവേ അങ്ങെൻ്റെ വീട്ടിൽ വരണം, എൻ വീടിനസ്വസ്ഥത മാറിയിടുവാൻ. കർത്താവേ അങ്ങെൻ്റെ വീട്ടിൽ വരണം, എൻ വീടിനൈശ്വര്യമുണ്ടാകുവാൻ. കർത്താവേ അങ്ങെൻ്റെ വീട്ടിൽ വരണം, എൻ വീടിനാനന്ദമുണ്ടാകുവാൻ. ആത്മാവുണരുന്ന നിമിഷം, ആനന്ദദായക നിമിഷം, കണ്ണീർ തുടയ്ക്കാൻ മാറോടു ചേർക്കാൻ ഈശോ എഴുന്നള്ളും നിമിഷം. ഇത് ആരാധനയുടെ നിമിഷം. ആത്മാവുണരുന്ന നിമിഷം, ആനന്ദദായക നിമിഷം, കണ്ണീർ തുടയ്ക്കാൻ മാറോടു ചേർക്കാൻ ഈശോ എഴുന്നള്ളും നിമിഷം. ഇത് ആരാധനയുടെ നിമിഷം. ആരാധിച്ചിടുന്നു ഞങ്ങൾ, പാടി നമിക്കുന്നു ഞങ്ങൾ. ആരാധിച്ചിടുന്നു ഞങ്ങൾ, പാടി നമിക്കുന്നു ഞങ്ങൾ. ആരാധനയുടെ പരിശുദ്ധമായ ഈ നേരം നമ്മുടെ ശരീരങ്ങളെ മുഴുവൻ ദൈവത്തിനർപ്പിക്കാം. റോമാക്കാർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായം 1-ാം തിരുവചനം. നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയാക്കുവിൻ. ഇതാണ് യഥാർത്ഥമായ ആരാധന.
വിശുദ്ധമായ ഒരു ശരീരം, വിശുദ്ധി ചോരുന്ന ഓരോ നിമിഷങ്ങളും ദൈവത്തിൽ നിന്നകലുകയാണ്. എസ്രായുടെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ദേവാലയത്തിൻ്റെ മുമ്പിൽ വീണുകിടന്ന് കരയുന്ന എസ്രായുടെ ചിത്രം. പ്രവാസത്തിൽ നിന്നും മടങ്ങി വന്നിട്ടും ദേവാലയത്തിൻ്റെ പ്രതിഷ്ഠ കഴിഞ്ഞിട്ടും അന്യ സ്ത്രീകളുമായി ശാരീരിക ബന്ധം പുലർത്തിക്കഴിഞ്ഞപ്പോൾ ദൈവാരാധനയിൽ നിന്ന് ജനം അകന്നു തുടങ്ങിയപ്പോൾ എസ്ര ദേവാലയത്തിൻ്റെ മുമ്പിൽ വീണ് കരയുകയാണ്. പിന്നീടതൊരു കൂട്ടക്കരച്ചിലായി മാറി. വിശുദ്ധ ഗ്രന്ഥത്തിൽ അപൂർവം സ്ഥലങ്ങളിൽ മാത്രമേ ദേവാലയ മുറ്റങ്ങൾ വിലാപ മുറ്റങ്ങളായി മാറുന്നുള്ളൂ. എസ്ര പറയുന്നുണ്ട്, ഞങ്ങൾ വലിയ അപരാധം ചെയ്തു പോയി. ഈ ആരാധനയുടെ മുമ്പിലായിരിക്കുമ്പോൾ നമ്മുടെ ശരീരം പവിത്രമാണോ എന്ന് ചിന്തിച്ചുകൊണ്ട് നമുക്ക് ഈ ആരാധനയിലേക്ക് പ്രവേശിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. ഈശോയിൽ പ്രിയമുള്ളവരെ, എല്ലാ തിന്മകളിൽ നിന്നും വീടുകളെ വിശുദ്ധീകരിക്കുവാൻ വേണ്ടിയുള്ള ജോഷുവ പ്രയറിൻ്റെ ഈ ദിവസത്തിൽ നാം ചിന്തിക്കുന്നത്, എൻ്റെ വീട് പ്രലോഭനത്തിൻ്റെ വീടാണോ എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ പ്രകാശം നഷ്ടപ്പെടുന്ന ഓരോ വീടും പ്രലോഭനത്തിൻ്റെ വീടായി മാറും. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 90-ാം അധ്യായം 8-ാം തിരുവചനം, ഞങ്ങളുടെ രഹസ്യ പാപങ്ങൾ ദൈവമേ അങ്ങയുടെ മുഖത്തിൻ്റെ പ്രകാശത്തിൽ വെളിപ്പെടുന്നു. ജ്ഞാനത്തിൻ്റെ പുസ്തകം 17-ാം അധ്യായം 3-ാം തിരുവചനം, വിസ്മൃതിയുടെ ഇരുണ്ട മറയ്ക്കുള്ളിൽ ഞങ്ങളുടെ രഹസ്യപാപങ്ങൾ കണ്ടുപിടിക്കപ്പെടുകയില്ലെന്ന് തെറ്റിദ്ധരിച്ചവർ ഭയചകിതരായി. ദുർഭൂതങ്ങൾ അവരെ ഭയാക്രാന്തരാക്കി. നക്ഷത്രങ്ങളുടെ ദീപ്ത രശ്മികൾ ആ വെറുക്കപ്പെട്ട രാത്രിയെ പ്രകാശിപ്പിച്ചില്ല. എസ്രായുടെ പുസ്തകം 9-ാം അധ്യായം 6-ാം തിരുവചനം, ഞങ്ങളുടെ പാപങ്ങൾ ആകാശത്തോളം ഉയർന്നിരിക്കുന്നു. ദൈവികമായ ഒരു പ്രകാശം, ദൈവ സാന്നിധ്യം എപ്പോഴാണോ എൻ്റെ ഹൃദയത്തിൽ നിന്ന് പടിയിറങ്ങുന്നത്, ആ സമയത്ത് പാപം വീട്ടിലേക്ക് വന്നു തുടങ്ങും. അതുകൊണ്ടാണ് ഉൽപ്പത്തിയുടെ പുസ്തകം 4-ാം അധ്യായം 7-ാം തിരുവചനത്തിൽ വായിക്കുക, പാപം വാതിൽക്കൽ പതിയിരിക്കുന്നുണ്ട്, അത് നിന്നിൽ താല്പര്യം വെച്ചിരിക്കുന്നു. വീണ്ടും പ്രഭാഷകന്റെ പുസ്തകം 21-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, സർപ്പത്തിൽ നിന്ന് എന്ന പോലെ പാപത്തിൽ നിന്ന് നീ ഓടി അകലുക. എൻ്റെ വീട്ടിൽ ഒരു പ്രലോഭകൻ്റെയും പ്രലോഭകയുടെയും ഹൃദയമുള്ള ഒരാളുണ്ടോ? ഞാനുണ്ടോ? ഈ ജോഷുവ പ്രയറിലേക്ക് പോകുന്നതിന് മുമ്പ്
ജോഷുവയുടെ പുസ്തകം 7-ാം അധ്യായം വിശുദ്ധീകരിക്കപ്പെടണമെന്ന് ഓർമ്മിപ്പിക്കുന്ന അധ്യായമാണ്. ശുദ്ധീകരിക്കണം എന്ന് പഠിപ്പിക്കുന്ന അധ്യായം. അവിടെ ഒരു കാഴ്ചയുണ്ട്. ജോഷുവ ഇങ്ങനെ വലിയ പടയോട്ടങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വലിയ രാജാക്കന്മാരെ തോൽപ്പിച്ച് വലിയ ദേശങ്ങൾ കീഴടക്കി എല്ലാം ഇങ്ങനെ വെട്ടിപ്പിടിച്ച് വലിയ വിജയങ്ങൾ സ്വന്തമാക്കുന്ന സമയത്ത് പെട്ടെന്നൊരു തിരിച്ചടി കിട്ടി. അതിങ്ങനെ ഒരു വലിയ ദേശത്തു നിന്നൊന്നുമല്ല, ചെറിയൊരു പട്ടണത്തിൽ നിന്ന്. ആയി എന്നു പേരുള്ള പട്ടണ നിവാസികൾ ഇസ്രായേൽ ജനത്തെ കൂളായി തോൽപ്പിച്ചു. ഈ വലിയ പട്ടണങ്ങളുടെ വിജയം കിട്ടുമ്പോൾ ഈ ചെറിയ പട്ടണത്തിൻ്റെ മുമ്പിൽ തോൽപ്പിക്കപ്പെട്ടത് എന്തുകൊണ്ടാണ്? ജോഷുവ ഇങ്ങനെ വസ്ത്രമൊക്കെ കീറിയിട്ട് കമിഴ്ന്നു കിടന്ന ദൈവത്തോട് പരിഭവം പരാതിയൊക്കെ പറയുന്നുണ്ട്. ഇനി ഈ വിവരമറിയുന്ന കാനാൻകാർ ഞങ്ങളെ കൊന്നുകളയും. അപ്പം ദൈവം പറയുന്നൊരു വരിയുണ്ട്. ജോഷുവ ജെറീക്കോ പട്ടണം കീഴടക്കിയപ്പോൾ അവിടെ നിന്ന് ഒന്നും എടുക്കരുതെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ? നിങ്ങളുടെ കൂട്ടത്തിൽ ആരോ ഒരാൾ നിഷിദ്ധ വസ്തുക്കൾ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് 7-ാം അധ്യായം 13-ാം തിരുവചനത്തിൽ വായിക്കുന്നു, നിങ്ങൾ നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവിൻ. ഈ ജോഷുവ പ്രയറിൻ്റെ ഒരു അടിസ്ഥാന സ്വഭാവം ഇതാണ്. പിന്നീടുള്ള കാഴ്ചകളൊക്കെ ഒരു പരേഡ് പോലെയാണ്. ദൈവം പറയുന്നു, ഗോത്രങ്ങളെ ഗോത്രങ്ങളായിട്ട്, കുലങ്ങളെ കുലങ്ങളായിട്ട്, കുടുംബങ്ങളെ കുടുംബങ്ങളായിട്ട് ഇങ്ങനെ ക്രമത്തിൽ നിർത്തുക. പിറ്റേന്ന് പകൽ ഈ പരേഡ് നടക്കുകയാണ്. അവിടെ നിന്നിങ്ങനെ യൂദാ ഗോത്രത്തെ തിരഞ്ഞെടുത്തു. അതിൽ നിന്നും സേരായുടെ കുലത്തെ വേർപെടുത്തി. അതിൽ നിന്നും സബ്ദിയുടെ കുടുംബത്തെ തിരിച്ചു. ആ കുടുംബത്തിൽ നിന്നും കാർമിയുടെ മകനായ ആഖാനെ ദൈവം ഇങ്ങനെ കറക്റ്റ് സ്കെച്ച് ചെയ്ത് കാണിച്ചു കൊടുത്തു. ജോഷു ചോദിച്ചു, ആഖാനെ നീ തുറന്നു പറ, നീ എന്താണ് ചെയ്തത്? ഈ ആഖാൻ പറയുന്നു, ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ മുമ്പിൽ തെറ്റ് ചെയ്തു പോയി. ഞാൻ ആ ജെറീക്കോ പട്ടണം കീഴടക്കിയപ്പോൾ അവിടെ നിന്നും ഷീനാറിലെ അതിവിശിഷ്ടമായ മേലങ്കി, 200 ഷെക്കൽ വെള്ളി, 50 ഷെക്കൽ തൂക്കം വരുന്ന സ്വർണ്ണക്കെട്ടി മോഹം തോന്നി ഞാനെടുത്തു. വാക്ക് ശ്രദ്ധിക്കണം, മോഹം തോന്നി ഞാനെടുത്തു. പ്രിയമുള്ളവരെ, മോഹം തോന്നി എടുക്കുന്ന എന്തിലും ഒരു പാപത്തിൻ്റെ അടയാളം കിടക്കുന്നുണ്ട്. അത് പണമായാലും പൊന്നായാലും പെണ്ണായാലും ആണായാലും മണ്ണായാലും, മൊബൈൽ ഫോണിൽ നിന്നൊരു എടുക്കുന്ന കോൾ ആണെങ്കിൽ പോലും മോഹം തോന്നി എടുത്താൽ അപകടമാണ്. അത് ഈ ആഖാൻ എന്ന് പറയുന്ന ഒരു മനുഷ്യന് മാത്രമല്ല അപകടം, അവൻ്റെ പരിസരങ്ങൾക്ക് വരെ പരുക്ക് പറ്റുകയാണ്. പരിസരങ്ങൾക്ക് വരെ. ഈ പാപത്തിൻ്റെ ഒരു പരിണത ഫലം അതാണ്. ചെയ്യുന്ന വ്യക്തിയെ മാത്രമല്ല അവൻ്റെ പരിസരങ്ങളെയും അത് ബാധിക്കുന്നുണ്ട്. ഒരു ഫ്യൂണറിൽ പങ്കെടുക്കാൻ പോയി. സിമത്തേരിയിലെ പ്രാർത്ഥനകളൊക്കെ നടക്കുമ്പോൾ ഡിഗ്രിക്ക് പഠിക്കുന്ന ഈ മരിച്ചു കിടക്കുന്ന മനുഷ്യൻ്റെ മകള് വാവിട്ട് കരയുകയാണ്. ഈ പ്രാർത്ഥനകളൊക്കെ കഴിഞ്ഞിട്ടും ഈ പെൺകുട്ടി ഈ ശവപ്പെട്ടിയിൽ നിന്ന് പിടുത്തം വിട്ടില്ല. പ്രാർത്ഥന കഴിഞ്ഞിട്ട് എല്ലാവരും ഇങ്ങനെ നിൽക്കുക. ഈ പെൺകുട്ടി ഈ ഡെഡ് ബോഡിയിൽ വട്ടം കെട്ടിപ്പിടിച്ച് കിടന്ന് പൊട്ടിക്കരയുകയാണ്. ചിലർ ഞങ്ങളോട് പറഞ്ഞു, ഒച്ച ഒന്ന് പറയും. ചെന്ന് പറഞ്ഞിട്ട് ഇവൾ മൈൻഡ് പോലും ചെയ്തില്ല. പിന്നെയും കുറച്ച് നേരം അവിടെ നിന്നു. അവളുടെ പ്രാർത്ഥന ആ കരച്ചിലൊക്കെ ഒന്ന് ഒതുങ്ങിയപ്പോൾ അവൾ മെല്ലെ കൈമാറ്റി ഈ പെട്ടിയെടുത്ത് കുഴിയിൽ വെച്ചിട്ടും വെട്ടിയിട്ട മണ്ണിൽ അവൾ ഇങ്ങനെ കമിഴ്ന്ന് വീണ് കരഞ്ഞു. ഒടുവിൽ ഞങ്ങളുടെ കൂടെ സിമിത്തേരിയിലെ ഈ കല്ലറകളുടെ ഇടയിൽ നിന്നും ഇറങ്ങി വരുമ്പോൾ ഈ പെൺകുട്ടി ഒരു കാര്യം പറഞ്ഞു, ഇങ്ങനെ വേദനയോടെ, അച്ഛാ, ഇന്നലെ എൻ്റെ 2 നില വീട്ടിൽ മോളിലത്തെ മുറിയിൽ വാതിലടച്ച് മൊബൈൽ ഫോൺ എടുത്ത് വാട്സാപ്പിൽ ഒരു രസമുള്ള, ഞാൻ സ്നേഹിക്കുന്ന ഒരുവനുമായിട്ടുള്ള ചാറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തെറ്റായ ഒരു വീഡിയോ കോളും.
ഈ വീഡിയോ കോളിൽ ഇങ്ങനെ രസം പിടിച്ചിരിക്കുമ്പോൾ എൻ്റെ വാതിലിൽ ഒരു മുട്ട് കേട്ടു. ഞാൻ അനങ്ങിയില്ല. പിന്നീട് ഈ ഫോണിലേക്ക് മമ്മിയുടെ ലാൻഡ് ഫോണിൻ്റെ നമ്പറുകൾ വരുന്നു. ഞാനത് കട്ട് ചെയ്ത്. വീണ്ടും വാതിലിൽ മുട്ടുന്ന ശബ്ദം കൂടി. ഞാൻ ഈ മൊബൈൽ ഫോൺ കയ്യിൽ പിടിച്ച് വാതിൽ തുറന്നു. നോക്കുമ്പോൾ അയൽവാസികളൊക്കെ മുമ്പിലുണ്ട്. എന്തോ പന്തികേട് തോന്നിയിട്ട് ഈ മൊബൈൽ ഫോണും പിടിച്ച് സ്റ്റേഴ്സ് ഇറങ്ങി താഴെ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച, ഡാഡി ഇങ്ങനെ മമ്മിയുടെ മടി കിടക്കുക. മരിച്ചു. ആ കാഴ്ച കണ്ടിട്ട് ഈ മൊബൈൽ ഫോൺ ഇങ്ങനെ ഞാൻ വലിച്ചെറിഞ്ഞ് പൊട്ടിച്ചു. ഡാഡി മേടിച്ചു തന്ന മൊബൈൽ ഫോണാണ്. ഈ മൊബൈൽ ഫോണിൽ രസം പിടിച്ചിരുന്നു. മമ്മി ഈ ഡാഡി വേദന കൊണ്ട് പൊളയുമ്പോൾ ഒന്ന് മകളെ വിളിക്കാൻ ശ്രമിക്കുന്നു, വാതിലിൽ കൊട്ടാൻ ശ്രമിക്കുന്നു. ഈ മകളിങ്ങനെ അകത്തെ മുറിയിൽ ഈ മൊബൈൽ ഫോണിൽ ശരീരത്തിൻ്റെ തെറ്റിൽ കുരുങ്ങിയിരിക്കുമ്പോൾ ഡാഡി ഇങ്ങനെ പുറത്ത്. ആ മുറിയിൽ നിന്ന് മാത്രമല്ല, അവരുടെ മനസ്സിൽ നിന്നും പോയി. ഇതൊക്കെ കുറേ സമയമെടുത്തിട്ടാണ് പറഞ്ഞ് അവസാനിപ്പിച്ചത്. ഒടുവിൽ ഈ പെൺകുട്ടി പറഞ്ഞൊരു വരിയുണ്ട്, അച്ഛാ, വീടിൻ്റെ പുറത്തുള്ളവരല്ല വലുത്, വീടിൻ്റെ അകത്തുള്ളവരാ. പ്രിയമുള്ളവരെ, ഇന്ന് ഈ മോഹം തോന്നിയിട്ട് അതൊരു വാട്സാപ്പിലൂടെ ആയിരിക്കാം, ഫേസ്ബുക്കിലൂടെ ആയിരിക്കാം, ശരീരത്തിലൂടെ ആയിരിക്കാം, പണത്തിലൂടെ ആയിരിക്കാം, പൊന്നിലൂടെ ആയിരിക്കാം. ഈ മോഹം തോന്നി എടുക്കുന്ന എന്തും നമ്മുടെ വീടുകളെ പ്രകാശിപ്പിക്കില്ല. കൃത്യമായിട്ട് നമ്മളത് ഈ ആരാധനയുടെ സമയത്തോർക്കണം. വീടുകളെ വിശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ ജോഷുവ പ്രയറിലൂടെ നമ്മളൊക്കെ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ വീട് വിശുദ്ധീകരിക്കപ്പെടേണ്ട ചില മേഖലകളുണ്ടോ എന്ന് ചിന്തിക്കണം. ഈ കാലഘട്ടത്തിലൊക്കെ മനുഷ്യരെ മാത്രമല്ല, രൂപങ്ങളെ മാത്രമല്ല, മൊബൈൽ ഫോണുകളെയും വാട്സാപ്പിനെയും ഫേസ്ബുക്കിനെയും ഒക്കെ വെഞ്ചരിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, നിന്റെ ശരീരത്തിൻ്റെ മോഹങ്ങളെ, ജഡത്തിൻ്റെ മോഹങ്ങളെ കുരിശിൽ തറയ്ക്കണം, എന്നാലേ വീടുകളൊക്കെ വിശുദ്ധീകരിക്കപ്പെടുകയുള്ളൂ. ഈ ചെറിയ ചെറിയ പ്രലോഭനങ്ങളിലേക്ക് നമ്മൾ വയ്ക്കുന്ന ആദ്യത്തെ ചുവടുകളാണ് പിന്നീട് അത് വലിയ ദൂരങ്ങളായി മാറുക. ചേരാൻ പറ്റാത്തതൊന്നും എടുത്ത് തലേ വെക്കരുത്, മനസ്സിലും. ആ ദാവീദിനെ ഗോലിയാത്തുമായുള്ള യുദ്ധത്തിന് വിട്ടപ്പോൾ സാവൂള് പടത്തൊപ്പി, പടച്ചട്ട, പാതുകങ്ങൾ എല്ലാം ഊരി ദാവീദിനെ അണിയിച്ചു. ദാവീദ് പറയുന്നൊരു മറുപടിയുണ്ട്, ഇതൊക്കെ ഇങ്ങനെ വെച്ചിട്ട് എനിക്ക് നടക്കാൻ പറ്റണില്ല. ചേരാത്തതിനോട് ചേർന്ന് നിന്നാൽ വണ്ടി മുന്നോട്ട് പോകില്ല. പ്രിയമുള്ളവരെ, ജെറമിയ പ്രവാചകന്റെ പുസ്തകം 35-ാം അധ്യായത്തിൽ ഒരു ഫാമിലിയെ പരിചയപ്പെടുന്നുണ്ട്. ഒരു വീട്, റെക്കാബ്യരുടെ വീട്. വിചിത്രമായൊരു പരീക്ഷണത്തിന്, ഒരു പ്രലോഭനത്തിന് ഈ വീട് വിധേയമാകുന്നുണ്ട്. ജെറമിയ പ്രവാചകൻ ദൈവത്തിൻ്റെ അരുളപ്പാടനുസരിച്ച് ഈ റെക്കാബ്യരുടെ ഫാമിലിയെ ഒരു മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ആ മുറി നിറയെ മദ്യം വിളമ്പി വെച്ചിരിക്കുകയാണ്. വീഞ്ഞ് പാത്രങ്ങളിൽ ഒരുപാട് വിലയേറിയ മദ്യം, പാനപാത്രങ്ങൾ. പ്രവാചകൻ പറഞ്ഞു, ആവശ്യത്തിനെടുത്ത് കുടിച്ചോ. പ്രലോഭനത്തിൻ്റെ മദ്യചഷകങ്ങൾ മുന്നിലിരിക്കുമ്പോഴും ഈ റെക്കാബ്യരുടെ മക്കൾ പറയുന്ന ഒരു ഡയലോഗുണ്ട്, പ്രവാചക, ഞങ്ങൾ ഇന്ന് വരെയും മദ്യം തൊട്ടിട്ടില്ല, ഞങ്ങളുടെ ഭാര്യമാർ തൊട്ടിട്ടില്ല, ഞങ്ങളുടെ മക്കൾ തൊട്ടിട്ടില്ല. ഞങ്ങളുടെ പിതാവായ യോനാദാബിന് ഞങ്ങൾ വാക്ക് കൊടുത്തിട്ടുണ്ട്, ജീവിതത്തിൽ ഒരിക്കലും മദ്യം തൊടില്ല. ക്രിസ്മസാ ശരിക്കും ഇങ്ങനെ വായിക്കാൻ പറ്റുന്ന ഒരു വചനഭാഗമോ. മദ്യങ്ങളൊക്കെ നിറഞ്ഞു തുളമ്പുന്ന ക്രിസ്മസിൻ്റെ രാത്രികളൊക്കെ അടുത്ത് വരുമ്പോൾ ഈ ജെറമിയ പ്രവാചകന്റെ പുസ്തകം 35-ാം അധ്യായം ഒരു 10 ആവർത്തിയെങ്കിലും എടുത്ത് വായിക്കണം. മദ്യത്തിന് 10 കൽപ്പനകളിലേക്കും പ്രവേശനമുണ്ട്. ദൈവം നൽകിയ 10 കൽപ്പനകളും തെറ്റിക്കാനായിട്ട് മദ്യത്തിന് പറ്റും. ഒരു പ്രലോഭനത്തെ അതിജീവിച്ചൊരു വീട്. പ്രിയമുള്ളവരെ, നമ്മൾ ഇന്ന് എൻ്റെ വീട് എങ്ങനെയാ? ഈ പ്രലോഭനത്തിലേക്ക് എളുപ്പം ചായ്വുള്ള ഒരാൾ എൻ്റെ വീട്ടിലുണ്ടോ? ഭാര്യയാകാം, ഭർത്താവാകാം, മകനാകാം,
ശരിക്കും ചിന്തിക്കണം. നമ്മളൊരു തെറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ പരിസരങ്ങൾക്ക് പരുക്കേൽക്കുന്നുവെന്നുള്ളതാണ് നാം ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്. ഒരമ്മ രാത്രി വെള്ളം കുടിക്കാനായിട്ട് എഴുന്നേറ്റ് മുറിയിൽ മകളുടെ ബെഡ്റൂമിൻ്റെ മുമ്പിലൂടെ നടന്നു പോകുമ്പോൾ മകള് അടക്കി പിടിച്ച് മൊബൈലിൽ സംസാരിച്ചു കൊണ്ടിരിക്കുക. ഈ പാതിരാത്രിയിൽ ആരോടാണ് അവൾ സംസാരിക്കുന്നതെന്ന് വിചാരിച്ച് ആ അമ്മയുടെ രാത്രിയിലെ ഉറക്കം നഷ്ടപ്പെട്ടു, മനസമാധാനം നഷ്ടപ്പെട്ടു. എങ്കിലും ഈ പാവം അമ്മ രാവിലെ എഴുന്നേറ്റ് അവൾക്ക് പുട്ടും കടലയും ഉണ്ടാക്കി കൊടുക്കും. പ്രിയമുള്ളവരെ, ഒരാൾ ഒരു തെറ്റ് ചെയ്യുന്ന ഒരു വീട്ടില് ആ വ്യക്തി മാത്രമല്ല, ആ വീട് മുഴുവനും ഇരുട്ട് പരക്കുന്നുണ്ട്, നമ്മൾ അറിഞ്ഞോ അറിയാതെയോ. അതുകൊണ്ട് ഇന്ന് ഈ ആരാധനയിൽ, ഈ ദിവസം നമുക്ക് ചിന്തിക്കാം, എൻ്റെ വീട് ഒരു പ്രലോഭനത്തിൻ്റെ കാരണമാകുന്ന വീടാണെങ്കിൽ അത് പല മേഖലകളാകാം. വിശുദ്ധീകരിക്കേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട്. ജോഷുവ പ്രയറിലേക്ക് എത്തുന്നതിനു മുമ്പ് ഈ ജനങ്ങളെ മുഴുവൻ ജോഷുവ ശുദ്ധീകരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീടും ഈ ക്രിസ്മസ് ഒക്കെ ആകുമ്പോഴേക്കും ശുദ്ധീകരിക്കപ്പെട്ട ഹൃദയങ്ങൾ കൊണ്ടൊരു പുൽക്കൂടൊരുക്കണം. നമുക്കിന്നത്തെ ജോഷുവ പ്രയറിൻ്റെ ആ തിരുവചനം ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. ജോഷുവ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 5-ാം തിരുവചനം എല്ലാവരും ഏറ്റുചൊല്ലുക. ജോഷുവ ജനത്തോട് പറഞ്ഞു, ജോഷുവ ജനത്തോട് പറഞ്ഞു, നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവിൻ, നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവിൻ. നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. ജോഷുവ ജനത്തോട് പറഞ്ഞു, നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവിൻ, നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. ജോഷുവ ജനത്തോട് പറഞ്ഞു, നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവിൻ, നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. നമുക്ക് ഈ ആരാധനയിലേക്ക് പ്രവേശിക്കാം. അനുഗ്രഹത്തിൻ്റെ, ആശീർവാദത്തിൻ്റെ ഈ നേരങ്ങളിലേക്ക്. എണ്ണമേറും പാപത്താ ഭാരമേറും ജീവിതം, എണ്ണവറ്റിയ വിളക്കുമായി നീറിടുന്ന ജീവിതം, വീണുടഞ്ഞ മൺ പാത്രമാണു ഞാൻ നാദാ, വീണ്ടുമൊരു ജനനം നൽകിയിടേണമേ നാദാ, കരുണ തോന്നണേ എന്നിൽ, അലിവു തോന്നണേ, പാപിയാണു ഞാൻ നാദാ, പാപിയാണു ഞാൻ, കരുണ തോന്നണേ എന്നിൽ, അലിവു തോന്നണേ, പാപിയാണു ഞാൻ നാദാ, പാപിയാണു ഞാൻ. ആരാധനായ ഈശോയെ, ജോഷുവ ജനങ്ങളെ വിശുദ്ധീകരിക്കുമ്പോഴും ജോഷുവയ്ക്കും ഒരു തെറ്റ് പറ്റിയിട്ടുണ്ട്. ജോഷുവയുടെ പുസ്തകം 9-ാം അധ്യായത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട്. ഇസ്രായേൽ ജനത്തെ പറ്റിച്ചുകൊണ്ട് ഗിബെയോൻ വാസികൾ ഫാൻസി ഡ്രസ്സ് നടത്തി ഇവരുടെ ഇടയിലേക്ക് കേറിപ്പറ്റുകയാണ്. ഇവരുടെ തന്ത്രം മനസ്സിലാക്കുവാനായിട്ട് ജോഷുവയ്ക്ക് പറ്റാതെ പോയതിൻ്റെ കാരണം നമ്മളതിൽ വായിക്കുന്നുണ്ട്. ജോഷുവ
കർത്താവിനോട് ചോദിച്ചില്ല, കർത്താവിനോട് ചേർന്ന് നിന്നില്ല. ദൈവത്തോട് ചേർന്ന് നിൽക്കാതെ വേറെ ഓരോന്നിനോടും ചേർന്ന് നിന്ന് പോയ നിമിഷങ്ങളോർത്ത് ദൈവമേ ഞങ്ങളെ പൊതിഞ്ഞു പിടിക്കണമേ എന്നാണ് നമ്മൾ ഇനി പ്രാർത്ഥിക്കേണ്ടത്. കണ്ണില് കാണാൻ പറ്റാത്ത ചില കാഴ്ചകൾ ഞാൻ കണ്ടുപോയിട്ടുണ്ട്. ചില പോൺ വീഡിയോസ്, അശ്ലീല സിനിമകൾ, ശരീരഭാഗങ്ങൾ. ഈശോയെ, വിശുദ്ധമാകേണ്ട എൻ്റെ കണ്ണ് അശുദ്ധമായി പോയ നിമിഷങ്ങളോർത്ത് എന്നെ പൊതിഞ്ഞു പിടിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എന്നെ പൊതിഞ്ഞു പിടിക്കണമേ, തിന്മ കാണാതെ കാക്കണമേ. എന്നെ പൊതിഞ്ഞു പിടിക്കണമേ, തിന്മ കാണാതെ കാക്കണമേ. എൻ്റെ കാതിലൂടെ കേൾക്കാൻ പാടില്ലാത്ത പലതും ഞാൻ കേട്ടിട്ടുണ്ട്. കുറ്റങ്ങൾ, പരദൂഷണങ്ങൾ, പലതും. ഈശോയെ, അശുദ്ധമായ എൻ്റെ കാതുകളെ വിശുദ്ധമാക്കുന്നതിന് വേണ്ടി എന്നെ പൊതിഞ്ഞു പിടിക്കണമേ എന്ന് ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. എന്നെ പൊതിഞ്ഞു പിടിക്കണമേ, തിന്മ കാണാതെ കാക്കണമേ. എന്നെ പൊതിഞ്ഞു പിടിക്കണമേ, തിന്മ കാണാതെ കാക്കണമേ. ദൈവമേ, എൻ്റെ ശരീരം പല കാലങ്ങളിലായിട്ട് പല സ്ഥലങ്ങളിൽ വെച്ച് പല വ്യക്തികളുമായിട്ട്, ചിലപ്പോൾ അത് പ്രീ മാരിറ്റൽ റിലേഷൻഷിപ്പ് ആകാം, പോസ്റ്റ് മാരിറ്റൽ റിലേഷൻഷിപ്പ് ആകാം. ഈശോയെ, എൻ്റെ ശരീരം ഒരു സക്രാരി പോലെ സൂക്ഷിക്കാൻ പറ്റാതെ സത്രം പോലെയാക്കി ഞാൻ മാറ്റിയ നിമിഷങ്ങളെ ഓർത്ത് എന്നെ പൊതിഞ്ഞു പിടിക്കണമേ. എന്നെ പൊതിഞ്ഞു പിടിക്കണമേ, തിന്മ കാണാതെ കാക്കണമേ. എന്നെ പൊതിഞ്ഞു പിടിക്കണമേ, തിന്മ കാണാതെ കാക്കണമേ. ദൈവമേ, എൻ്റെ കുട്ടിക്കാലത്ത് എനിക്ക് ചില തെറ്റുകൾ പറ്റിയിട്ടുണ്ട്, എൻ്റെ അറിവില്ലാതെ പോലും. ആ ഭൂതകാല സങ്കടങ്ങളിൽ നിന്ന്, മുറിവുകളിൽ നിന്ന് ഞാൻ ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. എനിക്കിനി രക്ഷപ്പെടാൻ പറ്റില്ല. അങ്ങനെ തോന്നി നിരാശയിൽ കഴിഞ്ഞുപോയ നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ദൈവമേ, എന്നെ പൊതിഞ്ഞു പിടിച്ച് വിശുദ്ധീകരിക്കണമേ. എന്നെ പൊതിഞ്ഞു പിടിക്കണമേ, തിന്മ കാണാതെ കാക്കണമേ. എന്നെ പൊതിഞ്ഞു പിടിക്കണമേ, തിന്മ കാണാതെ കാക്കണമേ. നമുക്ക് നമ്മുടെ കുടുംബങ്ങളെ, ബെഡ്റൂമുകളെ, മൊബൈൽ ഫോണുകളെ, വിചാരങ്ങളെ എല്ലാം വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ അനുഗ്രഹത്തിനായി മുട്ടുമടക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന.
പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന.